നമസ്കാരം. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആക്ട് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. നമ്മുടെ ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തേതും മൈൽ സ്റ്റോണുമായിട്ടുള്ള ഒരു ആക്ട് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ സമയത്ത് രൂപീകരിച്ച ഒരു ആക്ട് ആണ്. അത് ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അതായത് വൈൽഡ് ലൈഫ് ഉൾപ്പെടുന്ന വൈൽഡ് ലൈഫ് റെഫ്യൂജ് ഏരിയാസ് അല്ലെങ്കിൽ നാഷണൽ പാർക്ക്, സാങ്ച്വറി പോലുള്ള ഏരിയാസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ മെയിൻ ആയിട്ട് കൺസർവേഷൻ ഇമ്പോർട്ടൻസിൽ പ്രൊട്ടക്ട് സ്പീഷീസ് ഹാവിംഗ് ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒത്തിരി സ്പീഷീസുകൾ ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ആയിട്ടുള്ള സ്പീഷീസുകളാണ്. ഫോർ എക്സാമ്പിൾ ടൈഗർ, എലിഫൻറ്റ്സ്. നമ്മൾ സ്പീഷീസിന്റെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടുള്ള കുറെ ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സ്പീഷീസുകളെ കൺസേർവ് ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം സ്പീഷീസുകളൊക്കെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ്. നെക്സ്റ്റ്, ഈ സ്പീഷീസിനെ കൺസേർവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പീഷീസ് സർവൈവ് ചെയ്യുന്ന ഹാബിറ്റാറ്റിനെ കൺസർവ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ഹാബിറ്റാറ്റിനെ കൺസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഹാബിറ്റാറ്റിലുള്ള ബാക്കിയുള്ള ജീവികളെയും അതേപോലെ നമ്മുടെ ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഉള്ള സ്പീഷീസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു അപ്രോച്ച് കൂടി നമ്മുടെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട്. അതുപോലെ റെഗുലേഷൻസ് കൺട്രോൾസ് വൈൽഡ് ലൈഫ് പോച്ചിങ് ആൻഡ് ഇല്ലീഗൽ ട്രേഡ്. നമുക്കപ്പോൾ ഒരു ആക്ട് ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ അതിൽ വരുന്ന ഇത്തരം സ്പീഷീസിന്റെ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ ഹിൻഡ്രൻസ് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡ്, ഈ വൈൽഡ് ലൈഫ് ട്രേഡുകൾ, പോച്ചിങ്, ഹണ്ടിങ് മുതലായ ആക്ടിവിറ്റീസ് കൂടി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് സ്പീഷീസിനെ കൺസേർവ് ചെയ്യുക, അതിന്റെ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യുക, സ്പീഷീസിനും എൻവയോൺമെന്റിനും ഹാനികരമായിട്ടുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസ് കൺട്രോൾ ചെയ്യുക, ഈ മൂന്ന് മെയിൻ പില്ലേഴ്സിലാണ് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. 1972 ഈ നമ്മുടെ ആക്ട് ഫോർമുലേറ്റ് ചെയ്ത സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് കാരണം നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്പെഷ്യൽ റൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ, പക്ഷെ നേരെ മറിച്ച് 370 ആർട്ടിക്കിൾ റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രത്യേക പദവി അങ്ങ് ഒഴിവാക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നിലവിൽ ദി ആക്ട് ഈസ് എക്സ്റ്റെൻഡഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ സർട്ടൻ കുറച്ച് കാര്യങ്ങൾ ആ ആക്ടിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് ഇറ്റ് ഡിഫൈൻസ് ഹാബിറ്റാറ്റ്, ഹണ്ടിങ്, സൂ, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് നാഷണൽ പാർക്ക്. ഇത്തരം ടേംസിന് അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഈ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്ത ഏരിയാസ് വിച്ച് ഇൻക്ലൂഡ് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൺസർവേഷൻ ഏരിയാസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവ്സ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഇത്തരം ഏരിയാസിനെ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ട്രേഡ് ഇൻ വൈൽഡ് ലൈഫ്. ഈ വൈൽഡ് ലൈഫിന്റെ ട്രേഡ്, ഇല്ലീഗൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂസ് മാനേജ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ധാരാളം സൂസ് ഉണ്ട്. അപ്പൊ സൂസിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന, പ്രിസർവ് ചെയ്യുന്നത് ഇൻസിറ്റു പ്രിസർവേഷൻസ്, എക്സിറ്റു പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ്. അതായത് ഈ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ സൂസിൽ എക്സിറ്റു ആയിട്ട് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രിസർവ് ചെയ്താൽ മാത്രം പോലെ അവരുടെ റൈറ്റ്സും അവരുടെ എൻവയോൺമെന്റ് പ്രോപ്പർ ആണെന്നുള്ള റെഗുലേഷന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സൂസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ നമ്മുടെ ആക്ടിൽ പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റിംഗ് അതോറിറ്റീസ്. കുറച്ച് അതോറിറ്റീസ് ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, അതുപോലെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് അതോറിറ്റീസ് ഉണ്ട്. ഈ അതോറിറ്റീസിനെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്ട് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതൊരു സീനിയർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹത്തിനെ സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയമിക്കാം. ഇദ്ദേഹമായിരിക്കും ഈ എൻറ്റയർ സ്റ്റേറ്റിലെ വൈൽഡ് ലൈഫിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ നിയമിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഈ ആക്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് ഈ റീസെന്റ് 2022 അമെൻമെന്റ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം പ്രധാനമായിട്ട് 4 ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഷീസ് ഉണ്ടല്ലോ, ഓരോ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ, ഈ സ്പീഷീസിനെ പല പട്ടികകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ പട്ടികകൾക്കും ഓരോ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ആക്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ പട്ടിക ഷെഡ്യൂൾ 1 എന്ന് പറയും, ഷെഡ്യൂൾ 2,
ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 4 ഇങ്ങനെ 4 പട്ടികകളാണ് ഇതിനുള്ളത്. ഇതിന് മുന്നേ ഈ 2022 അമെൻമെന്റ് ആക്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഇതിൽ 6 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് 4 ചുരുക്കിയിട്ടുണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് 2022 പ്രകാരം. അപ്പൊ ഇതിൽ ഷെഡ്യൂൾ 1 ആനിമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആനിമൽസ് ആണ്. അതിന് ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ ഭയങ്കര ഡിക്ലൈൻ ആയിരിക്കാം, എൻഡേഞ്ചേർഡ് ആവാം, ത്രെട്ടൻഡ് ആവാം. ഇത്തരം കാറ്റഗറീസ് ഉള്ള ആനിമൽസിനെ ഷെഡ്യൂൾ 1 ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പട്ടികയിൽ വരുന്ന ആനിമൽസിനാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നമ്മുടെ ആക്ട് കൊടുക്കുന്നത്. അതുപോലെ ഷെഡ്യൂൾ 2 ആനിമൽസിൽ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 1 ആനിമൽസിന്റെ അത്രയും കൺസർവേഷൻ കൺസേൺ ഇല്ല, പക്ഷെ ഇറ്റ് നീഡ്സ് കൺസർവേഷൻ. അങ്ങനെയുള്ള ആനിമൽസിനെയാണ് ഷെഡ്യൂൾ 2 പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 3 പ്ലാന്റ്സിനെയാണ്. ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഉള്ള പ്ലാന്റ്സിനെ നമുക്കറിയാം, കുറെ പ്ലാന്റ്സിനെ നമ്മൾ ഗാർഡനിലൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണത പണ്ട് തൊട്ടേ ഇന്ത്യയിലുണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ ട്രേഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർക്കിഡൊക്കെ പോലുള്ള കുറെ പ്ലാന്റ്സുകളുണ്ട്. ഇതിന്റെയൊക്കെ ട്രേഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സിനെ നമ്മൾ ഷെഡ്യൂൾ 3 പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഷെഡ്യൂൾ 3 കുറിച്ച് പറയുന്നത്. ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത് സൈറ്റിസ്, അതായത് കൺവെൻഷൻ ഓർ ഇന്റർനാഷണൽ ട്രേഡ് ഓൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ട്. ഇന്റർ ഗവൺമെന്റൽ ആയിട്ടുള്ള ട്രീറ്റിയാണ്. ഈ ട്രീറ്റിയിൽ ലോകമെമ്പാടുമുള്ള വൈൽഡ് ലൈഫിന്റെ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 4. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കൊന്ന് നോക്കി നോക്കാം. In India, if a species of tortoise is declared protected under Schedule 1 of the Wildlife Protection Act 1972, what does it imply? ഷെഡ്യൂൾ 1 ഒരു ടോർട്ടോയ്സിനെ പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് എൻജോയ്സ് ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് ദ ടൈഗർ. നമുക്കത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് നോ ലോങ്ങർ എക്സിസ്റ്റ് ഇൻ ദ വൈൽഡ്. A few individuals are under captive protection and now it is impossible to prevent its extinction. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഉദ്ദേശിക്കുന്നത് IUCN എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ് എന്നുള്ളൊരു കാറ്റഗറിയാണ്. അതായത് ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടണമെങ്കിൽ കാടിന്റെ അകത്ത് ഈ സ്പീഷീസ് എല്ലാം എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു പോയി. കുറച്ച് സ്പീഷീസ് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുണ്ട്. അതെവിടെയുള്ളത്? ക്യാപ്റ്റിവിറ്റിയിലാണ് ബാക്കിയുള്ളത്. അതായത് നമ്മൾ പറയുന്ന സൂവിലോ പിന്നെ എൻക്ലോഷേഴ്സിലോ ക്യാപ്റ്റിവിറ്റിയിലൊക്കെയുള്ള ആനിമൽസിനെയാണ് എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വൈൽഡിൽ അത് എക്സ്റ്റിങ്ക്ട് ആയിരുന്നു. അപ്പോൾ ക്യാപ്റ്റിവിറ്റിയിലും അത് എക്സ്റ്റിങ്ക്ട് എന്ന് പറയും. നമ്മൾ വൈൽഡിലും ക്യാപ്റ്റിവിറ്റിയിലും എക്സ്റ്റിങ്ക്ട് ആയി കഴിഞ്ഞാൽ അത് എക്സ്റ്റിങ്ക്ട് എന്ന് പറയും. ഇനി വൈൽഡിൽ മാത്രം എക്സ്റ്റിങ്ക്ട് ആയി, പക്ഷെ ക്യാപ്റ്റിവിറ്റിയിൽ ചില സൂസിൽ, ലോകത്തുള്ള പല സൂസിലും അതുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷനാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ് എന്നുള്ള ഇതിന്റെ എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡിന്റെ എന്താ പറയാ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് തെറ്റായിട്ട് എടുക്കാൻ പറ്റും. ഓപ്ഷൻ സി ഇറ്റ് ഈസ് എൻഡമിക് ടു എ പെർട്ടിക്കുലർ റീജിയൻ ഓഫ് ഇന്ത്യ. അല്ല, എൻഡമിക് ആണെങ്കിൽ അല്ല ഷെഡ്യൂൾ 1 പെടുത്തുന്നത്. അത് ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഉള്ള സ്പീഷീസിനെയാണ്. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അത് ആ ഓപ്ഷൻ തെറ്റാണ്. ഇറ്റ് എൻജോയ്സ് ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് എ ടൈഗർ. ടൈഗർ നമുക്കറിയാം ഷെഡ്യൂൾ 1 ആനിമലാണ്. ഷെഡ്യൂൾ 1 ആനിമൽ ഏതെങ്കിലും ആവട്ടെ അതിനെല്ലാറ്റിനും ഒരേ ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ആണ് നമ്മുടെ ഷെഡ്യൂൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊടുക്കുന്നത്. അതായത് ഷെഡ്യൂൾ 1 ടൈഗർ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, റൈനോസറസ് ഉണ്ട്. ഈ ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഉള്ള ഒത്തിരി സ്പീഷീസ് ഉണ്ട്. ഈ സ്പീഷീസിനൊക്കെയും ഏതിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരേ ശിക്ഷയാണ് ഈ നമ്മുടെ നിയമപ്രകാരം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇറ്റ് എൻജോയ്സ് ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് ദ ടൈഗർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, which of the following animals cannot be hunted by any person except under some provisions provided by law? അതായത് താഴെ പറയുന്നതിൽ ഏത് ആനിമലിനെയാണ് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റാത്തത് എക്സെപ്റ്റ് ഫോർ സം റീസൺ. അതായത് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂളിൽ പെടുന്ന ഏതൊരു ആനിമലിനെയും നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷെഡ്യൂളിൽ പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കണം. ഷെഡ്യൂൾ 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, 4 ആവട്ടെ, ഇതിനെ ഹണ്ട് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഏത് ആനിമൽ ആണെങ്കിലും. അപ്പോൾ താഴെ പറഞ്ഞാൽ ഏതൊക്കെയാണ് ഷെഡ്യൂളിൽ പെടുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഗാറിയൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പീഷീസിന്റെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാറിയൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അത് ഷെഡ്യൂൾ 1 ആനിമലാണ്. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഉണ്ട്.
സെക്കൻഡ്, ഇന്ത്യൻ വൈൽഡ് ലൈഫ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിലെ കച്ച് റീജിയനിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ഓഫ് ആസ് ആണ്. അതായത് കഴുത വർഗത്തിൽ വരുന്ന, കാട്ടുകഴുത വർഗത്തിൽ വരുന്ന ഒരു ആനിമലാണ്. അതിനും പ്രൊട്ടക്ഷൻ ഉണ്ട്. അതും ഷെഡ്യൂൾ 1 ആനിമലാണ്. നെക്സ്റ്റ് ഈസ് വൈൽഡ് ബഫലോ. വൈൽഡ് ബഫലോയ്ക്കും, വൈൽഡ് ബഫലോ എന്ന് പറഞ്ഞാൽ വൈൽഡ് വാട്ടർ ബഫലോ എന്ന് പറയും, കുറച്ചുകൂടി വലിയ, അതാണ് അതിന്റെ ഒരു ബ്രോഡർ നെയിം. ഈ വൈൽഡ് വാട്ടർ ബഫലോ മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ് അത് കാണുന്നത്. അതിനെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ 1 ആനിമലാണ്. അപ്പോൾ സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് കറക്റ്റ് ആൻസർ. എല്ലാ സ്പീഷീസും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾസ് പ്രകാരം. So moving on, and other different provisions of the act നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. No human activities is permitted inside a national park except for ones permitted by Chief Wildlife Warden of the state. അതായത് നാഷണൽ പാർക്കിന്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസും പാടില്ലെന്നാണ് നമ്മുടെ ആക്ട് പ്രകാരം പറയുന്നത്. എക്സെപ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള ഒരു ഓഫീസർ ഉണ്ട്. അത് സ്റ്റേറ്റിലെ തന്നെ എൻറ്റയർ വൈൽഡ് ലൈഫ് വിങ്ങിന്റെ കസ്റ്റോഡിയനാണ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള എൻറ്റയർ വൈൽഡ് ലൈഫ് റിസോഴ്സസിന്റെ കസ്റ്റോഡിയനാണ്. ഒരു നമുക്കിപ്പോ അടുത്ത വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പറയുന്ന കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സർക്കാരിന് കൊടുത്തു എന്നൊക്കെ. ഈ ഉത്തരവ് ഇടുന്ന ആളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. സോ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാണ്ട് നാഷണൽ പാർക്ക് പോലുള്ള ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിലൊന്നും കയറാനുള്ള പെർമിഷൻ ആർക്കും ഇല്ല. So, and Chief Wildlife Warden may permit hunting of any wild animal if it has become dangerous to human life or is so disabled or diseased as to be beyond recovery. അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ഒരു സ്പീഷീസിനെ ഹണ്ട് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാം എപ്പോഴാണ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ട്, ഹ്യൂമൻ ലൈഫിന് ഡേഞ്ചർ ആയിട്ട് പോസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ഡിസീസായി എന്നിട്ട് അത് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കേസിലൊക്കെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ഒരു ആനിമലിനെ ഹണ്ട് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാം. ഇപ്പൊ റീസെന്റ് നമുക്ക് ഈ പറയുന്ന ഹണ്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കൊടുക്കുന്നുണ്ട്. റീസെന്റ് ഇപ്പൊ എരുമേലി എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, ഇടയ്ക്കൊരു കടുവേനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് അതിനെ മയക്കുവെടി വെക്കാൻ ശ്രമിച്ച സമയത്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വയരക്ഷാർത്ഥം നമ്മുടെ ജീവന് ഭീഷണിയാവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹണ്ട് ചെയ്യാനുള്ള ഒരു അനുമതിയുണ്ട്. പക്ഷെ അതിന് മുന്നേ ഇതിന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. So next is both state and central government can notify national park and wildlife sanctuary. നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ കേസ് പറഞ്ഞ സമയത്ത് നാഷണൽ പാർക്കും ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഇത് ആർക്ക് നോട്ടിഫൈ ചെയ്യാം? ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ നോട്ടിഫൈ. അപ്പൊ അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇല്ല. ബോത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ ഇഷ്യൂ എ നാഷണൽ പാർക്ക് ഓർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. Next is central government may by notification declare any wild animal other than those specified in Schedule 1 and 2 to be a vermin. വേർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് മലയാളത്തിൽ ക്ഷുദ്രജീവികൾ എന്ന് പറയും. അതായത് നമ്മുടെ കൃഷിക്കോ പ്രോപ്പർട്ടീസിനോ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടം വിതയ്ക്കുന്ന ആനിമൽസിനാണ് നമ്മൾ വേർമിൻസ് എന്ന് പറയാം. ഒരു ആനിമലിനെ വെർമിനായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ആനിമലിനെ വിത്തൗട്ട് പെർമിഷൻ നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലെ എലികൾ ഉണ്ടല്ലോ, ഈ എലികൾ ശരിക്കും പറഞ്ഞാൽ വെർമിൻസ് ആണ്. ഇതിനെ നമുക്ക് ഹണ്ട് ചെയ്യാൻ വേറെ ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല. അതിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു ആക്ടിന്റെ വയലേഷൻ ആവുന്നില്ല. ഇങ്ങനെയുള്ള ആനിമൽസിലാണ് നമ്മൾ വേർമിൻസ് എന്ന് പറയാം. മുമ്പ് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് 2022 അമെന്റ്മെന്റ് വരുന്നതിന് മുന്നേ ഒരു 5ാമതൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഷെഡ്യൂൾ 5 എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്ത് വരുന്ന ആനിമൽസിന് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന എക്സാമ്പിൾ ആണ് ഈ പറയുന്ന നമ്മുടെ റാറ്റ്, ഹൗസ് റാറ്റ് എന്ന് പറയുന്ന സ്പീഷീസ്. അതുപോലെ നമ്മുടെ ഫ്ലൈയിങ് ഫോക്സ് ഉണ്ടല്ലോ, വവ്വാലും ഈ പറയുന്ന ഷെഡ്യൂൾ 5 മുന്നേ. അപ്പൊ അതിനെയൊക്കെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കേസ് ബുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് ഒന്നും നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉണ്ടായില്ല. അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ ചില സ്പീഷീസ് കൂടുതലായിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലോ ചില സ്ഥലങ്ങൾ, ഇപ്പൊ കുരങ്ങന്മാർ, ഇപ്പൊ മങ്കീസിന്റെ കേസിൽ ചില സ്ഥലങ്ങളിൽ മങ്കീസ് ഭയങ്കര കുറവാണ്, അവിടെ മങ്കീസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നേരെ മറിച്ച് ചില സ്ഥലങ്ങളിൽ മങ്കീസ് ഭയങ്കര രൂക്ഷമാണ്. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ഭയങ്കര അഗ്രികൾച്ചർ മെനസ് ഒക്കെയാണ് മങ്കീസ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 അല്ലെങ്കിൽ ആ ആനിമലിനെ വെർമിനായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അങ്ങനെയും ഈ ഒരു ആക്ട് പറയുന്നുണ്ട്.
സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ആസ്ക്ഡ് ഇൻ 2022. With reference to Indian laws about wildlife protection, consider the following. Wild animals are the sole properties of the government. ശരിയാണ്, ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയിലാണ് വൈൽഡ് ആനിമൽസ് വരുന്നത്. അതിൽ പബ്ലിക്കിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്നാണ് പറയാം. അതിൽ യാതൊരു തരത്തിലുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അതിൽ സ്റ്റേക്ക് ഇല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് is when a wild animal is declared protected, such animal is entitled for equal protection whether it is found in protected areas or outside. ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമലിനെ, അതായത് ഈ ഷെഡ്യൂളിൽ നമ്മളൊരു ആനിമലിനെ പെടുത്താന്ന് പറഞ്ഞല്ലോ, ആ ഷെഡ്യൂളിൽ ഒരു ആനിമലിനെ പെടുത്തുന്ന സമയത്ത് ജസ്റ്റ് അത് പെടുത്തി കഴിഞ്ഞാൽ തന്നെ അതിന് പ്രൊട്ടക്ഷനാണ്. അത് ഇന്ത്യയിലെ ഏത് ടെറിട്ടറി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ടെറിട്ടറിക്ക് ഈ ആക്ട് ബാധകമാണ്. അങ്ങനെ ബാധകമാകുന്ന സമയത്ത് ഈ ടെറിട്ടറിയുടെ അകത്ത് എവിടെ ഇതിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ആക്ടിന്റെ പ്രൊവിഷനിൽ വരും. അത് നാഷണൽ പാർക്കിന്റെ അകത്തോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്തോ നിർബന്ധമില്ല. അപ്പൊ സോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ അകത്താണെങ്കിലും അതിന്റെ പുറത്താണെങ്കിലും ഈ ആക്ട് ബാധകമാവെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. അതായത് നമ്മളൊരു ആനേനെ ഹണ്ട് ചെയ്യണമെങ്കിൽ അത് നാഷണൽ പാർക്കിന്റെ അകത്താണെങ്കിലോ പുറത്താണെങ്കിലോ ഒന്നും നോക്കില്ല. എവിടെയാണെങ്കിലും ഈ വൈൽഡ് ലൈഫ് എപ്പോഴും വൈൽഡ് ലൈഫ് തന്നെയാണ്. അതിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വയലേഷൻ ഓഫ് ദി ആക്ട് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ, apprehension of a protected wild animals becoming a danger to human life is sufficient ground for its capture or killing. അതായത് ഇതിൽ പറയുന്നത് അപ്രിഹെൻഷൻ എന്നുള്ളൊരു വാക്കാണ്. അപ്രിഹെൻഷൻ അതായത് ഒരു വൈൽഡ് ആനിമല് നമ്മുടെ ഹ്യൂമൻ പ്രോപ്പർട്ടിക്കോ ലൈഫിനോ ഡേഞ്ചർ ആണെന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ അത് സഫിഷ്യന്റ് ഗ്രൗണ്ട് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആനിമല് ഹ്യൂമൻ ലൈഫിന് ത്രെറ്റ് ആണെന്നുള്ള വാലിഡ് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്രിഹെൻഷൻ കൊണ്ട് മാത്രം നമുക്ക് ഒരു ആനിമലിനെ കില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടൈഗറിന്റെ കേസിൽ ഹ്യൂമൻ ലൈഫിന് അത് ത്രെറ്റ് ആണെന്ന് നമുക്ക് അപ്രിഹെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം അതൊരു ഹിംസ്ര ജന്തു ആയതുകൊണ്ട് തന്നെ അത് അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് ടൈഗറിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ലെപ്പാർഡിനെ ഒന്നും കില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അപ്രിഹെൻഷൻ കൊണ്ട് പറ്റില്ല. നേരെ മറിച്ച് പ്രൂവൺ എവിഡൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ കില്ല് ചെയ്യാനോ പറ്റുള്ളൂ. സോ ഓപ്ഷൻ 3 ഈസ് wrong. And which of the statements given above is correct? Option A, 1 and 2 are the correct options. Moving on. നമ്മുടെ കൺട്രിയിൽ ഈ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ധാരാളം പ്രൊട്ടക്റ്റഡ് ഏരിയകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ പല കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക്സ് ഓഫ് ദ കൺട്രി എന്ന് പറയും. അതായത് നാഷണൽ പാർക്കുകളുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, കൺസർവേഷൻ റിസർവ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിസർവ്സ് ഉണ്ട് ആൻഡ് ടൈഗർ റിസർവ്സ് ഉണ്ട്. ഇതിനെ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു നമ്പേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് നമുക്ക് ഏകദേശം 100ഓളം നാഷണൽ പാർക്സ് ഉണ്ട് ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലായിട്ട്. അതുപോലെ അതിന്റെ 5 ഇരട്ടിയുള്ള ഏകദേശം 573ഓളം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നമുക്കുണ്ട്. കൺസർവേഷൻ റിസർവ്സ് എന്ന് പ്രത്യേക പേരിലുള്ള ഒരു റിസർവ്സ് ഉണ്ട് നമുക്ക്. അത് ഏകദേശം 115 വരും. അതേപോലെ കമ്മ്യൂണിറ്റി റിസർവ്സ് അതിന്റെ ഇരട്ടി ഏകദേശം 220ഓളം വരും. അതുപോലെ ടൈഗർ റിസർവ്സ് ഉണ്ട്. ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് ഒരു എംഫസിസ് കൊടുത്തുകൊണ്ട് ടൈഗർ റിസർവ്സ് നമുക്കുണ്ട്. ഏകദേശം 58 ടൈഗർ റിസർവ്സ് ആണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നാഷണൽ പാർക്സ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 35 നാഷണൽ പാർക്സിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും അതിന്റെ ഡിഫറെന്റ് പ്രൊവിഷൻസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. The state or central government may declare an area as a national park for the purpose of protecting and developing wildlife and its environment. അവിടെയുള്ള വൈൽഡ് ലൈഫിനെയോ അതിൻ്റെ അകത്തുള്ള എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ നാഷണൽ പാർക്കിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് ഒരു എക്സ്ട്രാ പവർ ഇല്ല ഇതില്. സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ രണ്ടുപേർക്കും ഇത് നാഷണൽ പാർക്കിനെ ഡിക്ലെയർ ചെയ്യാമെന്ന് പറയുന്നത്. And next is the landscape, fauna and flora are present in their natural state in national parks. അതായത് ഒരു സൂവിൽ നോക്കുകയാണെങ്കിൽ അതൊരു ക്യാപ്റ്റീവ് സ്റ്റേറ്റിലുള്ളത്, അല്ലെങ്കിൽ ഒരു സഫാരി പാർക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൻക്ലോഷറിന്റെ അകത്താണ് പലപ്പോഴും ആനിമൽസ് ഉള്ളത്. പക്ഷെ നാഷണൽ പാർക്കിന്റെ അകത്തോ എവിടെയാണോ അവരുണ്ടായിരുന്നത് ഇൻസിറ്റു കൺസർവേഷൻ നമ്മൾ പറയും. എവിടെയാണോ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റ് അവിടെ അവർ നാച്ചുറലി കാണുന്നു. ഒരു എൻക്ലോഷറിന്റെ അകത്തല്ല, ഒരു ക്യാപ്റ്റിവിറ്റിയുടെ അകത്തല്ല, നാച്ചുറലി കാണുന്നു എന്നാണ് അതിന്റെ അർത്ഥം. Their boundaries are fixed and defined. നാഷണൽ പാർക്സിന് എപ്പോഴും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടാവും.
The state government cannot alter the boundary of a national park except on the recommendation of the National Board for Wildlife. National Board for Wildlife എന്നുള്ള ഒരു അതോറിറ്റി ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. അതിന്റെ പെർമിഷനോട് കൂടി അല്ലാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് നാഷണൽ പാർക്സിന്റെ ബൗണ്ടറീസിൽ ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. And no human activities allowed inside a national park. നോർമലി നാഷണൽ പാർക്കിന്റെ അകത്ത് നമ്മുടെ ലോ പറയുന്നത് പ്രകാരം യാതൊരു തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റി അലൗഡ് അല്ല. പക്ഷെ എങ്കിൽ പോലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ട്രൈബൽ പോപ്പുലേഷനൊക്കെ കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ പാർക്സിന്റെ ഡിക്ലറേഷൻ വരുമ്പോഴത്തേക്കും ഈ കംപ്ലീറ്റ് ട്രൈബ്സിനും നാഷണൽ പാർക്കിന്റെ അകത്ത് നിന്ന് ഫ്രിഞ്ചിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കാൻ നമ്മുടെ മെഷീനറിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെ നമ്മുടെ ആക്ട് പ്രകാരം നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ്. പക്ഷെ പുറത്തുനിന്നുള്ള യാതൊരു ആക്ടിവിറ്റിയും അലൗഡ് അല്ല. പുറത്തുനിന്നുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി വിറക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പോയി ഹണ്ട് ചെയ്യാം എന്ന് പറയുന്ന ബാക്കിയുള്ള ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് നാഷണൽ പാർക്സിന്റെ അകത്ത് അലൗഡ് അല്ല. Grazing of livestock and private tenurial rights are not permitted. ഈ പറയുന്ന പോലെ ഈ നാഷണൽ പാർക്സിന്റെ ബൗണ്ടറിയിലുള്ള ആൾക്കാർ അവർ കന്നുകാലികളൊക്കെ വളർത്തുന്നുണ്ടാവാം. ഈ കന്നുകാലികളെ വളർത്തുന്നത് ഈ നാഷണൽ പാർക്സിന്റെ അകത്തുനിന്ന് ആവരുത്. അപ്പൊ അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. No person shall destroy, remove or exploit any wildlife from a national park, or destroy or damage the habitat of any wild animal, or deprive any wild animal of its habitat within a national park. അതായത് ഈ നാഷണൽ പാർക്സിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള നശീകരണ പ്രവൃത്തികളും വൈൽഡ് ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്നതോ ഇൻഡയറക്ട്ലി ബാധിക്കുന്നതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും പാടില്ല. They cannot be downgraded to the status of a sanctuary. അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും നാഷണൽ പാർക്കും പറയുമ്പോൾ നാഷണൽ പാർക്കാണ് കുറച്ചുകൂടി ഹയർ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ വൺസ് ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാർക്കിനെ ഒരിക്കലും സാങ്ച്വറി ആയിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ആക്ട് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ പാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഒത്തിരി നമുക്ക് ഏകദേശം നേരത്തെ പറഞ്ഞല്ലോ 106ഓളം നാഷണൽ പാർക്കുകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പേര് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കൽ അല്ല ഒരിക്കലും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക, അതുപോലെ ന്യൂസസ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. നമ്മുടെ ന്യൂസസിലേക്ക് ധാരാളം നാഷണൽ പാർക്സിനെ കുറിച്ചിട്ടും വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ന്യൂസസ് ഒക്കെ വായിക്കുമ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്ന ഈ നാഷണൽ പാർക്സിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസസിലുള്ള നാഷണൽ പാർക്സിനെ കുറിച്ചിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചിട്ട് എപ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമാണ്. ചിലപ്പോൾ നാഷണൽ പാർക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്പീഷീസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രത്യേക സ്പീഷീസിനെ അല്ലെങ്കിൽ ചിലപ്പോൾ ചെടിയായിരിക്കാം. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ UPSC കറക്റ്റ് എടുത്തിട്ട് ചോദിക്കാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നാഷണൽ പാർക്സ് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിന്റെ കേസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ കേരളം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 6 എന്താ പറയാ ഒരു നാഷണൽ പാർക്സ് ഉള്ളത്. അതിലൊന്ന് ആനമുടി ശോല, ഇരവികുളം നാഷണൽ പാർക്ക്, മതികെട്ടാൻ ശോല നാഷണൽ പാർക്ക്, പാമ്പാട് ശോല നാഷണൽ പാർക്ക്. അങ്ങനെ പ്രധാനമായിട്ട് 4 ശോല നാഷണൽ പാർക്കുകൾ നമുക്കുണ്ട്. ഇരവികുളം ഉൾപ്പെടെ 4 ശോല നാഷണൽ പാർക്കുകളുണ്ട്. അത് ഇടുക്കി ജില്ലയിലാണ് കാണുന്നത്. പിന്നെ പെരിയാർ നമുക്ക് ടൈഗർ റിസർവും ആണ്, അതേപോലെ പെരിയാർ നാഷണൽ പാർക്ക് കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 6 നാഷണൽ പാർക്കാണ് നമ്മുടെ കേരള പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കുള്ളത്. അതുപോലെ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ 106 നാഷണൽ പാർക്കുകൾ ഉണ്ട്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് ഡെസേർട്ട് നാഷണൽ പാർക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇന്ത്യയിലെ ഡെസേർട്ട് നാഷണൽ പാർക്ക് എന്നുള്ള പേരിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അത് രാജസ്ഥാനിലാണ് കാണുന്നത്. രാജസ്ഥാനിലെ താർ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഡെസേർട്ട് നാഷണൽ പാർക്ക്. It is spread over 2 districts. There is no human habitation inside the park. It is one of the natural habitat of the Great Indian Bustard. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെസേർട്ട് നാഷണൽ പാർക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ഒരു ഹാബിറ്റാറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ 3rd ഓപ്ഷൻ ശരിയായിട്ട് എടുക്കാൻ പറ്റും. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെസേർട്ട് നാഷണൽ പാർക്ക് വളരെ വലിയൊരു നാഷണൽ പാർക്കാണ്. താർ ഡെസേർട്ട് നമുക്കറിയാലോ, ഭയങ്കര വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമുക്കുള്ളത്. അപ്പൊ അതിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഡെസേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഡെസേർട്ടിലുള്ള ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഡെസേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിനാണ് ഈ നാഷണൽ പാർക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ദർ ഇസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ശരിയായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നോക്കുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇപ്പോഴും മാറ്റി പാർപ്പിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദർ ഇസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെസേർട്ട് നാഷണൽ പാർക്കിന്റെ കേസിൽ തെറ്റാണ്.
അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ 2 ഡിസ്ട്രിക്ട്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ വലിയൊരു താർ ഡെസേർട്ടിന്റെ ഭാഗമാണ്. അപ്പോൾ 2 ഡിസ്ട്രിക്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ നമുക്കത് ഇത് തൊട്ട് മുന്നേ ഇത് നമ്മുടെ ന്യൂസിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ന്യൂസിൽ ഡെസേർട്ട് നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് UPSC ചോദ്യം ചോദിച്ചേക്കുന്നത്. സോ ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ 2 ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഉത്തരം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1 and 3, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. So moving on. Next question is, which of the following national park is unique in being a swamp with floating vegetation that supports a rich biodiversity? അത് ഭയങ്കര ഭംഗിയുള്ള ഒരു നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ആ നാഷണൽ പാർക്കിൽ ഒരു സ്വാമ്പ് സിസ്റ്റം ഉണ്ട്, അത് ദാറ്റ് പ്രൊവൈഡ്സ് വിത്ത് എ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ എന്നും കൂടിയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ, ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ബി കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് എന്നുള്ളൊരു നാഷണൽ പാർക്കാണ്. മണിപ്പൂരിലെ കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്, മണിപ്പൂർ. അവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു വലിയ ലേക്ക് ഉണ്ട്, ലോക്താക് ലേക്ക് എന്ന് പറയും. ലോക്താക് ലേക്ക്. ഈ ലോക്താക് ലേക്കില് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വെജിറ്റേഷൻ ആണ് ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം എന്താ പറയാ, ഈ നിങ്ങൾ ഈ കണ്ടോ, നമ്മൾ ഈ പിന്നെ നെൽപ്പാടങ്ങൾ പോലെ അതിന് വരമ്പുകൾ കണ്ടോ. ആ വരമ്പുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എർത്തൻ ആയിട്ടുള്ള വരമ്പുകളല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും ഒരു ചങ്ങാടം പോലെ നിൽക്കുന്ന വരമ്പുകളാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ശരിക്കും പ്ലാന്റുകളാണ്. പ്ലാന്റുകൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. നമുക്ക് കാണുമ്പോൾ ഇത് പിന്നെ വരമ്പുകൾ പോലെ നമുക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുമെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഇതാണ്. അപ്പൊ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ മുങ്ങിപ്പോകും. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വെജിറ്റേഷനാണ് കീബുൾ ലംജാവോ നാഷണൽ പാർക്കിലുള്ള. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ ഒരു ഡിയർ ഉണ്ട്, ഈ മണിപ്പൂരി ഡാൻസിങ് ഡിയർ എന്ന് പറയും. ഡാൻസിങ് ഡിയർ, അതിനെ സാങ്ഹായ് എന്ന് പറയും. സാങ്ഹായ്. ഈ മണിപ്പൂരി ഡാൻസിങ് ഡിയർ ഈ ഒരു പ്രധാനപ്പെട്ട വെജിറ്റേഷനിലാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ നമുക്കറിയാം, ഫ്ലോട്ടിംഗ് ആയിട്ട് വെജിറ്റേഷൻ. അപ്പൊ കൂടുതൽ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോകും. അപ്പൊ അതിൽ വളരെ ഭയങ്കര രസമായിട്ട് ഇത് ബാലൻസ് ചെയ്തിട്ടാണ് ചാടി പോകുന്നത് ഈ ഒരു ഡിയർ. അപ്പൊ അതിന്റെ ആ ഒരു പ്രത്യേക ബിഹേവിയർ കാരണമാണ് ഇതിന് മണിപ്പൂരി ഡാൻസിങ് ഡിയർ എന്നുള്ള ഒരു പേര് വന്നത്. അതിലിങ്ങനെ ആ ഫ്ലോട്ടിംഗ് വെജിറ്റേഷനിൽ ഇങ്ങനെ ചാടി പോകുന്ന ഒരു ബിഹേവിയർ അതിനുള്ളതുകൊണ്ട്. സോ അപ്പൊ അതൊന്നും നോട്ട് ചെയ്തിരിക്കുക. കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്, ലോക്താക് ലേക്ക്, അതുപോലെ സാങ്ഹായ് അല്ലെങ്കിൽ ഡാൻസിങ് ഡിയർ എന്ന് പറയുന്ന സ്പീഷീസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് there was a proposal to translocate some of the lions from their natural habitat in Gujarat to which one of the following sites? കോർബറ്റ് നാഷണൽ പാർക്ക് ആണോ, കുനോപൽപു നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ, മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ, സരിസ്ക നാഷണൽ പാർക്ക് ആണോ? ഇതിന് ആൻസർ വരുന്നത് കുനോപൽപു സാങ്ച്വറി ആണ്. അതായത് കുനോപൽപു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചീറ്റനെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ പാർക്കിനെയാണ് ശരിക്കും ഏഷ്യാറ്റിക് ലയണിന്റെ റീഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ചീറ്റയാണ് അവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഗിർ നാഷണൽ പാർക്ക്, അതായത് ഗുജറാത്തിന്റെ പ്രൈഡ് ആണ് ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത്, അതിനെ മധ്യപ്രദേശിലേക്ക് കൊടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ടെൻഷൻ കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം നടക്കാണ്ട് പോയത്. അപ്പോൾ കുനോപൽപു നാഷണൽ പാർക്കിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ചൂസ് ചെയ്തിട്ട് അത് പിന്നീട് ചീറ്റയെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് മാത്രം. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ ലൊക്കേറ്റഡ് ഇൻ കാവേരി ബേസിൻ? ഈ താഴെ പറഞ്ഞതിൽ ഏതൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് കാവേരി ബേസിനിൽ പിന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? കാവേരി ബേസിൻ നിങ്ങൾക്കറിയാം, കർണാടകയുടെ സദേൺ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയാ, തമിഴ്നാട് കൂടി ഒഴുകിയിട്ട് അവസാനം ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന റിവറാണ്. അപ്പൊ അതിന്റെ ബേസിനിൽ വരുന്ന സാങ്ച്വറീസ് അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. നാഗർഹോള നാഷണൽ പാർക്ക്. നാഗർഹോള നാഷണൽ പാർക്ക് നിങ്ങൾക്കറിയാം, കർണാടകയുടെ സദേൺ പോർഷനിലാണ്. അത് കാവേരി ബേസിന്റെ തന്നെ ഭാഗമാണ്. നാഗർഹോള നാഷണൽ പാർക്ക് വരും. പാപിക്കൊണ്ട നാഷണൽ പാർക്ക്. പാപിക്കൊണ്ട നാഷണൽ പാർക്ക് ശരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ശരിക്കും പറഞ്ഞാൽ ഗോദാവരി ബേസിലാണ് പാപിക്കൊണ്ട നാഷണൽ പാർക്ക് വരുന്നത്. അത് ഇതിന്റെ ആൻസർ അല്ല. സത്യമംഗലം ടൈഗർ റിസർവ്. സത്യമംഗലം ടൈഗർ റിസർവ് തമിഴ്നാടിന്റെ ഭാഗമാണ്. തമിഴ്നാട്, കേരള, കർണാടക
ട്രൈ ജംഗ്ഷനിൽ വരുന്ന ഒരു ടൈഗർ റിസർവ് ആണ് സത്യമംഗലം ടൈഗർ റിസർവ്. അത് ഈസ്റ്റേൺ ഘാട്ടിന്റെ ഒക്കെ എക്സ്റ്റൻഷൻ ആയിട്ട് വരും. സത്യമംഗലം ടൈഗർ റിസർവ് ഇതിന്റെ ആൻസർ ആണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി കേരളത്തിൽ വരും. ഇത് മൂന്നും 1, 3 and 4. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question is, which one of the following national parks lies completely in the temperate alpine zone? നമ്മൾ പിന്നെ ടെമ്പറേറ്റ് ആൽപൈൻ സോണിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ താഴെ പറഞ്ഞാൽ ഏതാണ് കംപ്ലീറ്റ്ലി ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ വരുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ടെമ്പറേറ്റ് ആൽപൈൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിലെ മഞ്ഞുമൂടി കിടക്കുന്ന ഭാഗങ്ങളാണ് ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ വരിക, നിങ്ങൾക്കറിയാം. സോ മനസ് നാഷണൽ പാർക്ക് ആസാമിലാണ്. ആസാമിലുള്ള വെറ്റേവറിൻ ഫോറസ്റ്റിലാണ് മനസ് നാഷണൽ പാർക്ക് കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. നംദഫ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിന്റെ ഈസ്റ്റേൺ പോർഷനിലാണ് കാണുന്നത്. അതും ഈ പറയുന്ന പോലെ വെറ്റേവറിൻ ഫോറസ്റ്റിലാണ് കാണുന്നത്. നിയോറ വാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും നോർത്തേൺ പോർഷൻ, അതായത് സിക്കിമുമായിട്ട് അവര് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന വെസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും നോർത്തേൺ പോർഷനിലാണ് ഈ നിയോറ വാലി നാഷണൽ പാർക്ക് കാണുന്നത്. നിർഭാഗ്യവശാൽ അവിടെ ഈ പറയുന്ന പോലെ വെറ്റേവറിൻ ഫോറസ്റ്റും പിന്നെ കുറച്ചൊരു സബ് ആൽപൈൻ റീജിയനും ഒക്കെ കാണുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ആൽപൈൻ സോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ സിയും ഈ പറയുന്ന പോലെ തെറ്റാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, നന്ദാദേവി സാങ്ച്വറി, വാലി ഓഫ് ഫ്ലവർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഉത്തരാഖണ്ഡിന്റെ ആൽപൈൻ പോർഷനിൽ, അതായത് ഹിമാലയൻ റീജിയനിലാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നോക്കിയാൽ അറിയാം, ഇതാണ് വാലി ഓഫ് ഫ്ലവർ നാഷണൽ പാർക്ക്. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ അവിടെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറും ഡിസംബറൊക്കെ ആകുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പൂത്ത് കിടക്കുന്ന ഒരു സാങ്ച്വറി ആണത്, സെപ്റ്റംബറിലൊക്കെ. സോ വാലി ഓഫ് ഫ്ലവർ നാഷണൽ പാർക്ക് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 18 പ്രകാരമാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ നാഷണൽ പാർക്കിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ നോട്ടിഫൈ എ വൈൽഡ് ലൈഫ് സാങ്ച്വറി. And the government determines the nature and extent of rights of person in or over the land within the sanctuary. അതായത് നാഷണൽ പാർക്സിൽ നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ആണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ, ഇൻക്ലൂഡിങ് റെസിഡൻസ്. പക്ഷെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വരുമ്പോഴത്തേക്കും അവിടെയുള്ള റെസിഡൻസിന്, അവിടെ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ട്രൈബൽ പീപ്പിൾസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാനുള്ള ഒരു പ്രൊവിഷൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനുണ്ട്. പക്ഷെ നാഷണൽ പാർക്കിൽ അതില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടിംബർ ഹാർവെസ്റ്റിംഗ്, collecting minor forest products and private ownership rights are permitted as long as they do not interfere with animals' well-being. അതായത് സാങ്ച്വറിയുടെ അകത്ത് വൈൽഡ് ലൈഫ് ആനിമൽസിനെ ഹിൻഡർ ചെയ്യാത്ത രീതിയിലുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പെർമിഷൻസിനൊക്കെ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ പെർമിഷൻ സാങ്ച്വറിയുടെ അകത്തുണ്ട്. പക്ഷെ നാഷണൽ പാർക്കിന്റെ അകത്ത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ബൗണ്ടറീസ് ഓഫ് സാങ്ച്വറീസ് ആർ നോട്ട് ജനറലി ഫിക്സ്ഡ് ആൻഡ് ഡിഫൈൻഡ്. അതാണ് നാഷണൽ പാർക്കുമായിട്ടുള്ള വേറൊരു മേജർ ഡിഫറൻസസ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ അലൗഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മിക്കവാറും ബഫർ ഏരിയാസിലൊക്കെ ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ഉള്ള സ്ഥലമായിരിക്കും സാങ്ച്വറീസ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സാങ്ച്വറീസിന്റെ ബൗണ്ടറീസ് നേരത്തെ പറഞ്ഞ നാഷണൽ പാർക്ക് പോലെ അത്രയധികം ഡിഫൈൻഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. And the important thing is that sanctuaries can be upgraded to the status of a national park. നേരത്തെ നമ്മൾ പറഞ്ഞു നാഷണൽ പാർക്ക് സാങ്ച്വറീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഹയർ സ്റ്റാറ്റസ് ആണ് കൊടുത്തിരിക്കുന്നത് നാഷണൽ പാർക്സിന്. നാഷണൽ പാർക്കിന് ഒരിക്കലും സാങ്ച്വറി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സാങ്ച്വറീസിനെ നമുക്ക് നാഷണൽ പാർക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സാങ്ച്വറീസ് നമുക്ക് ഇന്ത്യയിൽ നാഷണൽ പാർക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെരിയാറിന്റെ കേസ് പറയുകയാണെങ്കിൽ, പെരിയാർ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിനെ പണ്ട് സാങ്ച്വറി ആയിട്ടായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് അതിനെ പെരിയാർ ടൈഗർ റിസർവ് ആക്കി പിന്നീട് ഇപ്പൊ നാഷണൽ പാർക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ അതും ഒന്ന് ഓർത്തിരിക്കുക. And another PYQ is, in which one of the following state is Pakwe Wildlife Sanctuary located? ഈ Pakwe Wildlife Sanctuary എന്ന് പറഞ്ഞാൽ അതിനെ പക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയും, അല്ലെങ്കിൽ പക്കെ ടൈഗർ റിസർവ് എന്ന് പറയും. റീസെന്റ് അത് ടൈഗർ റിസർവ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഏത് സാങ്ച്വറി ഏത് സ്റ്റേറ്റ്സിലാണ് ലൊക്കേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അസമിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ബോർഡറിലായിട്ട് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ പക്വേ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ഒരേ സെയിം സ്ഥലമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. And next is conservation reserves. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കി നോക്കാം. The state government, after consultation with local communities, can declare any area owned by the government,
particularly areas adjacent to national parks or sanctuaries as conservation reserves. അതായത് നാഷണൽ പാർക്കിനടുത്തോ സാങ്ച്വറിയുടെ ഫ്രിഞ്ചിലോ ഒക്കെയുള്ള അഡ്ജോയിനിങ് ആയിട്ടുള്ള ഏരിയാസ് അവിടെയുള്ള ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവൺമെന്റ് ലാൻഡ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് കൺസർവേഷൻ റിസർവ് ആക്കിയിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇവിടെ ഓണർഷിപ്പ് ശ്രദ്ധിക്കേണ്ടത് ഓൺഡ് ബൈ ദ ഗവൺമെന്റ് എന്നാണ്. അതായത് ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആയിരിക്കണം. അതൊരു പ്രൈവറ്റ് ലാൻഡ് അല്ല, ഗവൺമെന്റ് ഓൺഡ് ലാൻഡ് ആയിരിക്കണം. അത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു കൺസർവേഷൻ റിസർവ് ആക്കിയിട്ട് മാറ്റാം. And the government constitute a conservation reserve management committee to manage and conserve the conservation reserve. അതായത് ഒരു കൺസർവേഷൻ റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി അവിടെ ഫോം ചെയ്യണം. അവരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അതുമായിട്ടുള്ള വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് വരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കൺസർവേഷൻ റിസർവുമായിട്ട് ബന്ധപ്പെട്ട സെയിം കാര്യമാണ്. പക്ഷേ ആ ലാൻഡ് ഒരു പ്രൈവറ്റ് ലാൻഡ് ഓർ കമ്മ്യൂണിറ്റി ലാൻഡ് ആയിരിക്കും. ജനറലി അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ലാൻഡ് ആയിരിക്കില്ല. പകരം ഒന്നെങ്കിലും ഒരു പ്രൈവറ്റ് ലാൻഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു 1 or 2 പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹോൾഡ് ചെയ്യുന്ന ലാൻഡ് ആയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അതേപോലെ കൺസർവേഷൻ റിസർവിനുള്ള പോലെ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. അവരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അവിടെ ഡേ ടു ഡേ ആയിട്ടുള്ള നടത്തിപ്പൊക്കെ നോക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലം കമ്മ്യൂണിറ്റി റിസർവ് ആക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ഒരു സ്റ്റാറ്റസ് അതിന് കൈവരും. അപ്പൊ അവിടെയുള്ള ഒഫൻസസ് ഒക്കെ ഈ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലൊക്കെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അവിടെ റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കി പോവാം. അതുവരെ അതൊരു പ്രൈവറ്റ് ലാൻഡ് ആയിരുന്നെങ്കിലും ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ഒരു സിഗ്നിഫിക്കൻസ് വരുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ അതാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ കമ്മ്യൂണിറ്റി റിസർവ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ഈ കോസ്റ്റൽ സോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്, കോസ്റ്റൽ സോണ്, മാർഷി ലാൻഡ്സ്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കടലുണ്ടി എന്നുള്ള സ്ഥലത്ത്, കടലുണ്ടി വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എസ്റ്റുറിയൻ ഹാബിറ്റാറ്റ് ആണ്. അപ്പൊ അവിടെ ധാരാളം പക്ഷികൾ ദേശാടനത്തിനായിട്ട് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺസർവേഷന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വൺസ് ദ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈസ് an area as a community reserve, the chief wildlife warden of the state becomes the governing authority of such forest. അതായത് കമ്മ്യൂണിറ്റി റിസർവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആയിരിക്കും അതിന്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതുവരെ അതൊരു പ്രൈവറ്റ് ലാൻഡ് ആയിരുന്നു. വൺസ് കമ്മ്യൂണിറ്റി റിസർവ് ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ വരും. ഇപ്പൊ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആയിരിക്കും അതിന്റെ കസ്റ്റോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ സച്ച് ഏരിയ. ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഹണ്ടിങ് എവിടെയും അലൗഡ് അല്ല. അപ്പൊ കമ്മ്യൂണിറ്റി റിസർവിന്റെ കേസിലും ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ പീപ്പിൾ ഓഫ് സച്ച് ഏരിയ ആർ allowed to collect non-timber forest produce. Non-timber forest produce എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ അല്ലാത്ത ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അപ്പൊ ഹണി ആവാം, കുന്തിരിക്കം പോലെയുള്ള പിന്നെ ഡാമർ എന്നൊക്കെ പറയും, പശകളൊക്കെ ആവാം, റെസിനുകളൊക്കെ ആവാം. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. പീപ്പിൾ ഓഫ് സച്ച് ഏരിയ ആർ അലൗഡ് ടു ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസസ്. പീപ്പിൾ ഓഫ് സച്ച് ഏരിയാസ് അലൗഡ് ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ്. ട്രഡീഷണൽ അഗ്രികൾച്ചർ ആണ് അത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി റിസർവിന്റെ ഇത് പ്രകാരം ട്രഡീഷണൽ അഗ്രികൾച്ചർ ഒക്കെ അലൗഡ് ആണ്. കാരണം അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കമ്മ്യൂണിറ്റി റിസർവ് ആണ്. അപ്പോൾ ഓൾറെഡി അതിനൊരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ട്, പക്ഷെ അത് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടി. എന്നാലും പ്രൈവറ്റ് പീപ്പിളിന്റെ അവിടെ ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്ഷൻ 4 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷേ പീപ്പിൾ ഓഫ് സച്ച് ഏരിയ ആർ അലൗഡ് ടു കളക്ട് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യാനുള്ള അനുവാദം അവിടുത്തെ ആൾക്കാർക്കില്ല. അപ്പൊ അത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഹൗ മെനി ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓൺലി 3 is correct. Moving on. Tiger reserves. Tiger reserves എന്ന് പറഞ്ഞാൽ these are areas like reserved for protection of tiger.
The state government, on the recommendation of the Tiger Conservation Authority, may notify an area as a tiger reserve, for which it has to prepare a tiger conservation plan. അതായത് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ടൈഗറിന് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ്, അതാണ് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ്. ഈ ഹാബിറ്റാറ്റ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ള ഏരിയാസ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്നുള്ളൊരു ബോഡി നമുക്കുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള. ആ ബോഡി റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ടൈഗർ റിസർവ് ആക്കിയിട്ട് മാറ്റാം. അവിടെ ടൈഗറിനായിരിക്കും ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈഗർ ഒരു അംബ്രല്ല സ്പീഷീസ് ആണ്. അപ്പോൾ ടൈഗറിനെ കൺസർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻറ്റയർ എക്കോസിസ്റ്റം കൺസർവ് ചെയ്യുന്നു എന്നുള്ള കൂടി ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ടൈഗർ ഉണ്ടായതുകൊണ്ട് ഒരു ടൈഗർ റിസർവ് ആവണമെന്നില്ല. പക്ഷെ ഈ പറയുന്ന ഒരു ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് എന്നുള്ളൊരു കൺസർവേഷൻ കൺസേൺ അതിനുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരു ടൈഗർ ഹാബിറ്റാറ്റ് ആക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ടൈഗർ റിസർവ് ആക്കിയിട്ട് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. No alteration in the boundary of tiger reserve can be made except on the recommendation of the NTCA. Once അത് ടൈഗർ റിസർവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബൗണ്ടറി ആൾട്ടർ ചെയ്യണമെങ്കിൽ അതിന് NTCA തന്നെ റെക്കമെൻഡേഷൻ വേണം. ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റിനെ ഈ ടൈഗർ റിസർവ് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ കോർ ഓഫ് ദ ടൈഗർ റിസർവ്സിനെ നമ്മൾ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അതായത് ടൈഗറിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഹാബിറ്റാറ്റ്, അവിടെയൊക്കെ ഈ പറയുന്ന ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 58 ടൈഗർ റിസർവ്സ് ആണുള്ളത്. വളരെ റീസെന്റ് ആയിട്ട് മധ്യപ്രദേശിലെ മാധവ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ ടൈഗർ റിസർവ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ നമ്മുടെ ഇപ്പോഴത്തെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 58 ആണ്. അത് പതുക്കെ കൂടി വരിക. കഴിഞ്ഞ വർഷമൊക്കെ അത് 56 ഒക്കെ ആയിരുന്നു, പിന്നെ 57 ആയി, ഇപ്പോൾ 58 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ടൈഗർ റിസർവിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ്. ഇത് കാണുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദർ ആർ ടൈഗർ റിസർവ് വിതൗട്ട് എനി ടൈഗേഴ്സ്. നമ്മൾ പറയുമ്പോൾ 58 ടൈഗർ റിസർവ്സ് എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഈ ടൈഗർ റിസർവ്സിൽ കുറച്ചെണ്ണൊക്കെ ടൈഗർ പോലും കാണാത്ത സ്ഥലങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡെസിഗ്നേറ്റഡ് ആസ് ടൈഗർ റിസർവ് മെയിൻലി ബിക്കോസ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ചില ടൈഗർ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പാസ്റ്റിൽ അവിടെ ടൈഗർ ഉണ്ടായിരുന്നു, അപ്പോൾ ടൈഗറിനുള്ള ഹാബിറ്റാറ്റ് ഉണ്ട്, അപ്പം നെക്സ്റ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു റീഇൻട്രൊഡക്ഷൻ ഒക്കെ പോസിബിൾ ആണ് ടൈഗറിന്, അങ്ങനെയൊക്കെ തോന്നുന്ന സ്ഥലങ്ങളും ടൈഗർ റിസർവ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അവിടെ ടൈഗർ ഇല്ലെങ്കിൽ പോലും. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ടൈഗർ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് ടൈഗർ റിസർവ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിൽ ഈ ഒരു ഭാഗത്ത് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അക്യുമുലേഷൻ ഉണ്ട് ടൈഗർ റിസർവ്സിന്റെ. അതുപോലെ ഈ ഒരു ഭാഗം, അതായത് ഈ മധ്യപ്രദേശിൻ്റെതും ഛത്തീസ്ഗഡിന്റെയും മഹാരാഷ്ട്രയുടെ ഒക്കെ ഒരു ബോർഡർ, അതുപോലെ ഈ ഹിമാലയൻ ബെൽറ്റ്, നോർത്ത് ഈസ്റ്റ് ബെൽറ്റ്, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ടൈഗർ റിസർവ്സിന്റെ ഒരു അക്യുമുലേഷൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെ ഈ ഒരു ഭാഗത്തും ടൈഗർ റിസർവ്സ് ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. സോ മൂവിങ് ഓൺ. A PVQ is, among the following tiger reserves, which one has the largest area under critical tiger habitat? ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റിലുള്ള ലാർജസ്റ്റ് ഏരിയ ഇതിലായിരിക്കും. അപ്പോൾ അത് ജനറലി ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാങ്ച്വറിയുടെ ഏരിയ ഓട്ടോമാറ്റിക്കായിട്ട് കൂടാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കോർബറ്റ് ടൈഗർ റിസർവ്, രൺതംബോർ ടൈഗർ റിസർവ്, നാഗാർജുന സാഗർ ശ്രീശൈലം ആൻഡ് സുന്ദർബൻസ്. ഈ 4 ഓപ്ഷൻസിൽ മൂന്നാമത്തെ സി ഓപ്ഷൻ നാഗാർജുന സാഗർ ശ്രീശൈലം, ഇതാണ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് തന്നെയാണ് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ WPA. ഈ നമ്മുടെ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കുറച്ച് അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ അതോറിറ്റീസ് ആണ് പല ലെവലിലുള്ള മാനേജ്മെന്റ് ആസ്പെക്റ്റുകളും അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റുകളൊക്കെ ഇന്ത്യൻ ലെവലിൽ നോക്കുന്നത്. ആ അതോറിറ്റീസ് ആണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, നേരത്തെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, സെൻട്രൽ സൂ അതോറിറ്റി, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അതോറിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറഞ്ഞാൽ ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആക്ട് ഇൻ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിലെ ഏറ്റവും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് അതോറിറ്റിനെയാണ് നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്നത്. അതൊരു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും, IFOS ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹം പൊതുവെ നമ്മുടെ DGP, ഈ പോലീസിലെ DGP റാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഫോറസ്റ്റിലെ DGP റാങ്ക് ആണ്, അതായത് PCCF എന്ന് പറയും, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. ആ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും പൊതുവെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ട് മാറുക. അപ്പൊ അദ്ദേഹമാണ് കംപ്ലീറ്റ് സ്റ്റേറ്റിലുള്ള ഫോറസ്റ്റിന്റെയും അവിടുത്തെ വൈൽഡ് ലൈഫിന്റെയും കസ്റ്റോഡി എന്ന് പറയുന്നത്.
എന്തെങ്കിലും ഹണ്ടിങ്ങിന്റെ കേസിലോ ക്യാപ്ചറിങ്ങിന്റെ ഒക്കെ കേസിൽ അദ്ദേഹമാണ് ഓരോ ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. He shall perform his duties and exercise his powers subject to such general or special direction as a state government may give from time to time. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചില സമയത്ത് ചില സജഷൻസ് കൊടുക്കാം, റെക്കമെൻഡേഷൻസ് കൊടുക്കാം, അതിനനുസരിച്ച് ഇദ്ദേഹം ആക്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. Making recommendation for setting up and managing national parks, sanctuaries and protected areas. അതായത് സാങ്ച്വറീസും നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസുകൾ, അവിടെയുള്ള കൺസ്ട്രക്ഷൻ, അവിടെയുള്ള റോഡ് കൺസ്ട്രക്ഷൻ, അവിടെ അതിന്റെ ബഫർ മാനേജ്മെന്റ്, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാഷണൽ പാർക്കിൽ നമ്മൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ നടത്തുന്നെങ്കിൽ, നാഷണൽ പാർക്കിന്റെ ഫ്രിഞ്ചിൽ കൂടി ഒരു റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്നെങ്കിൽ ഈ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമാണ്. അപ്പോൾ അവർ മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് അവിടെയുള്ള സ്പീഷീസിന് അവിടുത്തെ എൻവയോൺമെന്റുമാണ്. അപ്പോൾ അതിന്റെ ബഫർ കൂടി അവർ നോക്കും. അപ്പോൾ ഇത്തരം പെർമിഷനൊക്കെ കൊടുക്കുന്നത് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അതിന് 47 മെമ്പറുള്ള വലിയൊരു കൗൺസിൽ ഉണ്ട്. അതുപോലെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് ടൈഗർ കൺസർവേഷനായിട്ട് ബന്ധപ്പെട്ടത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അത് 2005 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഒരു ഏരിയ ടൈഗർ റിസർവ് ആക്കണോ ആക്കണ്ടേന്ന് തീരുമാനിക്കുന്നത്. ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻ പൊതുവെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പൊതുവെ NTCയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു ഏരിയയെ ടൈഗർ റിസർവ് ആക്കിയിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റീസ് ടൈഗർ കൺസർവേഷനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിലുണ്ട്. അതിന്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പോൾ നാഷണൽ ലെവലിൽ പിന്നെ യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്റ്റേറ്റിൽ ചീഫ് സെക്രട്ടറി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ അപെക്സ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. സോ ആൻഡ് എ പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു പ്രിപ്പയർ എ ടൈഗർ കൺസർവേഷൻ പ്ലാൻ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുന്നിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഏരിയ ടൈഗർ റിസർവ് ആക്കിയിട്ട് മാറ്റുമ്പോഴത്തേക്കും അതേപോലെ ഒരു ടൈഗർ കൺസർവേഷൻ പ്ലാൻ കൂടി അവരുണ്ടാക്കേണ്ടതുണ്ട്. അതായത് ഇവിടെയുള്ള ടൈഗറിനെ എങ്ങനെ കൺസർവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഏരിയ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചൊരു ടൈഗർ കൺസർവേഷൻ പ്ലാൻ ഇവർ നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഈസ് സെൻട്രൽ സൂ അതോറിറ്റി. അതായത് നമ്മൾ പറഞ്ഞില്ല, ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും പല തരത്തിലുള്ള സൂസ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള മാനേജ്മെന്റ്, അവിടെയുള്ള മൃഗങ്ങളുടെ പരിപാലനമൊക്കെ അത് നമുക്കറിയാം എക്സിക്യൂട്ടീവ് കൺസർവേഷൻ ആണ്. അപ്പോൾ ജേം പ്ലാസം പ്രിസർവേഷൻ ആണ്. അപ്പൊ അവിടെയുള്ള മുമ്പ് ഈ സെൻട്രൽ സൂ അതോറിറ്റിക്ക് വരുന്നതിന് മുന്നേ ധാരാളം തരത്തിലുള്ള പീഡനങ്ങൾ ഈ പറയുന്ന മൃഗങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയുള്ള ക്ലീൻലിനെസ് ആണെങ്കിലും അവിടെ ഫീഡിങ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് വന്ന സമയത്താണ് സെൻട്രൽ സൂ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എൻറ്റയർ സൂസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഈസ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ഇപ്പൊ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് കുറെ ഓർഗനൈസ്ഡ് ക്രൈംസ് നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോച്ചിങ്, ഹണ്ടിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ട്രോഫീസ്, അതായത് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ്, ആനക്കൊമ്പ് പോലുള്ള ഇല്ലീഗൽ ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സീസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ മോണിറ്റർ ചെയ്യാനും ഇതിനൊക്കെ റെക്കോർഡ് ചെയ്യാനും ഇതിലുള്ള കുറ്റവാളികളെയൊക്കെ പിന്നെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബോർഡാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള കാടുകളിൽ തന്നെ ധാരാളം ഒഫൻസസ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു വൈൽഡ് ആനിമലിനെ കൊന്ന് പോച്ച് ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഡിയർ അല്ലെങ്കിൽ കാട്ടുപോത്തിനെ പോലുള്ള ആൾക്കാർക്ക് ഇറച്ചിയൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇൻ കേസ് അത് സീസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ DNA അനാലിസിസ് പോലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് ഇത് കേസ് തെളിയിക്കുന്നൊക്കെ പരിപാടി ചെയ്യുന്നത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ അണ്ടറിലാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2022 ഒരു അമെൻമെന്റ് വരികയുണ്ടായി. റീസെന്റ് അമെൻമെന്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് വരികയുണ്ടായി. ഈ അമെൻമെന്റ് പ്രകാരം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ശരിക്കും WPAക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ചേഞ്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സൈറ്റസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഓൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അതായത് ലോകമെമ്പാടുമായിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള പല
എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ ട്രേഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഇന്റർഗവൺമെന്റൽ ട്രീറ്റിയാണ് സൈറ്റിസ് എന്ന് പറയും. അപ്പൊ അതിന്റെ പ്രൊവിഷൻസ് കുറച്ചുകൂടി പിന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെന്റ്മെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ സ്പീഷീസിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഇതിന്റെ ഇല്ലീഗൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ അമെന്റ്മെന്റ് ആക്ട് അത് എന്താണ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അമെന്റ്മെന്റ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് ആണ് റാഷണലൈസിംഗ് ഷെഡ്യൂൾസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഓരോ പട്ടികകളുണ്ട്. ഈ പട്ടികകൾ മുമ്പ് 2022 മുമ്പ് WPA 6 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 6 ഷെഡ്യൂളുകളെ റാഷണലൈസ് ചെയ്തിട്ട് 4 ഷെഡ്യൂളാക്കിയിട്ട് കുറച്ചു. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ വെർമിന് വേണ്ടിയിട്ട്, നേരത്തെ ക്ഷുദ്രജീവികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഷെഡ്യൂൾ 5. അപ്പൊ അതിൽ പെടുത്തിയിരിക്കുന്ന ആനിമൽസിനെ നമുക്ക് നിയമത്തിന്റെ പരിധിയിലൊന്നും പെടാത്ത ആനിമൽസ് ആണ്, നമുക്ക് കില്ല് ചെയ്യാനുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ എൻറ്റയർ ഷെഡ്യൂളിനെ എടുത്തിട്ട് കളഞ്ഞു ഈ പുതിയ അമെന്റ്മെന്റ് പ്രകാരം. അപ്പോൾ ഷെഡ്യൂൾ 5 ഈസ് നോ മോർ എക്സിസ്റ്റിംഗ് ഇൻ നേച്ചർ ആൻഡ് റെഡ്യൂസിംഗ് ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഫോർ സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ടു 2. നേരത്തെ 4 ഷെഡ്യൂൾസ് ആനിമൽസിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കിയിട്ട് 2 ഷെഡ്യൂളാക്കിയിട്ട് മാറ്റി, ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 2. And inserted a new schedule for specimens listed in the appendices under CITES. അതായത് സൈറ്റിസിന്റെ കേസിൽ ധാരാളം വിദേശികളായിട്ടുള്ള കുറെ സ്പീഷീസിനെ സൈറ്റിസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ട്രേഡ് ഇന്ത്യയിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ 4 കൂടി എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കി. അതായത് ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 2 ഫോർ ആനിമൽ സ്പീഷീസ്, ഷെഡ്യൂൾ 3 ഫോർ പ്ലാന്റ് സ്പീഷീസ്, ഷെഡ്യൂൾ 4 ഫോർ സൈറ്റിസ് ലിസ്റ്റഡ് സ്പീഷീസ്. അങ്ങനെ 4 പുതിയ പട്ടികകളാണ് നമ്മുടെ അമെന്റ്മെന്റ് ആക്ടിൽ വരുന്നത്. അത് കൂടാതെ തന്നെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്ന സമയത്ത് പല ഇൻവേസീവ് സ്പീഷീസും കപ്പൽ വഴിയായിട്ടും ട്രേഡ് റൂട്ട് വഴിയൊക്കെ ആയിട്ട് ധാരാളമായിട്ട് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ കൂടിയിട്ട് വേണ്ടിയിട്ട് ഈ അമെന്റ്മെന്റ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഷെഡ്യൂൾ 2 കുറച്ച് ആനിമൽസ് ആണ്. നമുക്ക് ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഉള്ള സ്പീഷീസ് ആണെങ്കിൽ ഷെഡ്യൂൾ 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷെഡ്യൂൾ 2 കുറച്ച് അത്ര ക്രിട്ടിക്കൽ കൺസർവേഷൻ കൺസേൺ ഇല്ല, ധാരാളം സ്പീഷീസ് പിന്നെ ഷെഡ്യൂൾ 2 ഉണ്ട്. അതെല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ കുറച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ച് പറയുന്നത്, ഇതിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത്രയും എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്ന പോപ്പുലേഷൻ അല്ല. മാത്രമല്ല ഇവരുടെ കൺസർവേഷൻ നിലവിൽ അത്ര ഒരു എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലല്ല വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനൊരു എക്സാമ്പിൾ ആണ് നീൽഗായ് എന്ന് പറയുന്നത്. ഇതിനെ നീലക്കാള എന്ന് പറയാം. നമ്മുടെ കേരളത്തിൽ ഇതില്ല, സെൻട്രൽ ഇന്ത്യയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ഹെർബിവോർ ആണ്. അത് നമ്മുടെ ഒരു പശുവിൻ്റെയും അല്ലെങ്കിൽ ഒരു ഹോഴ്സിൻ്റെ ഒക്കെ ഒരു ക്രോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതിനാണ് നീൽഗായ് അല്ലെങ്കിൽ നീലക്കാള എന്ന് പറയും മലയാളത്തിൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് വൈൽഡ് ബോർ. നമുക്കറിയാം കാട്ടുപന്നി ധാരാളമായിട്ട് നമ്മുടെ പിന്നെ ഈ കേരളത്തിലെ കാടുകളിലുണ്ട്. കാട്ടുപന്നി ഷെഡ്യൂൾ 2 ആണ്. അതുപോലെ സ്പോട്ടഡ് ഡിയർ, നമുക്കറിയാം കാട്ടിൽ ധാരാളമായിട്ട് കാണുന്ന മാൻവർഗ്ഗങ്ങളൊന്നാണ് സ്പോട്ടഡ് ഡിയർ എന്ന് പറയുന്നത്. ഈ സ്പോട്ടഡ് ഡിയർ അത്യാവശ്യം നമ്മുടെ ഇവിടെ ഉണ്ട്. അത് ഷെഡ്യൂൾ 2 ആണ്, ഷെഡ്യൂൾ 1 അല്ല. പക്ഷെ നേരെ കുറച്ച് സാമ്പാർ ഡിയർ അല്ലെങ്കിൽ മ്ലാവ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ ഹനുമാൻ ലംഗൂർ എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഒരു വൈറ്റ് ഹെയർസ് ഒക്കെ ഉള്ള പിന്നെ നമ്മുടെ ഒരു വൈറ്റ് ഹെയർസും കറുത്ത ഫേസും ഉള്ള പിന്നെ കുരങ്ങ് വർഗത്തിൽ വരുന്ന ആൾക്കാരാണ് ഹനുമാൻ ലംഗൂർ. അവരും ഈ പറയുന്ന ഷെഡ്യൂൾ 2 വരുന്നത്. അതുപോലെ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തെ സന്ധ്യക്കൊക്കെ ധാരാളം മേലെ കൂടി പറക്കുന്ന നമ്മുടെ വവ്വാലുകൾ എന്ന് പറയുന്നത്. ഈ വവ്വാലുകൾ മുമ്പ് ഷെഡ്യൂൾ 5 ആയിരുന്നു, അതിപ്പോൾ ഷെഡ്യൂളിൽ 2 ആക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഹൗസ് പാര നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പട്ടണത്തിലൊക്കെ പഴയ പീഡിക ചിന്നയിലൊക്കെ വരുന്ന കുഞ്ഞ് അടക്കാക്കുരുവികളെ കണ്ടിട്ടുണ്ടാവും. ഈ അടക്കാക്കുരുവിയാണ് ഹൗസ് പാര എന്ന് പറയുന്നത്. അതുപോലെ കാറ്റലഗ്രറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പശുക്കളൊക്കെ പുല്ല് തിന്നുന്ന സമയത്ത് അതിന്റെ പുറകെ കൂടി നടക്കുന്ന ഒരു പക്ഷിയുണ്ട്, വെള്ള ഫുൾ വെള്ള കളറുള്ള. അത് ഈ ബ്രീഡിങ് സീസൺ ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓറഞ്ചിഷ് കളർ തന്നെ വരുന്നത്. അപ്പൊ അതിനെയാണ് കാറ്റലഗ്രറ്റ് എന്ന് പറയുന്നത്. കാറ്റിന്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് ആ പേര് വന്നത്, കാറ്റലഗ്രറ്റ്. സോ അതും ഷെഡ്യൂൾ 2 കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഷെഡ്യൂൾ 3, നേരത്തെ ഷെഡ്യൂൾ 6 കുറെ പ്ലാന്റ്സിനെ ഷെഡ്യൂൾ 3 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് കൂടാണ്ട് കുറച്ച്
എക്സ്ട്രാ പ്ലാൻസിനെ കൂടി ഷെഡ്യൂൾ 3 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പ്ലാൻസിന്റെ ഈ പറയുന്ന എക്സ്ട്രാക്ഷൻ പലപ്പോഴും നമുക്ക് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിൽ ഷെഡ്യൂൾ 3 ഈ പ്ലാൻസിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അതിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതൊരു എക്സാമ്പിളാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി മുമ്പ് നമ്മുടെ ഷെഡ്യൂൾസിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നീലക്കുറിഞ്ഞിയുടെ പ്രൊട്ടക്ഷൻ പാക്കേജ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നീലക്കുറിഞ്ഞിനെ ഷെഡ്യൂൾ 3 പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പിക്ചർ പ്ലാന്റ്, നിങ്ങളറിയാം, അതൊരു കാർണിവോറസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. കാർണിവോറസ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഓർണമെന്റൽ വാല്യൂ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ട്രേഡൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾ 3 പിക്ചർ പ്ലാന്റിനെ പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഡാഫോഡിൽ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർക്കിഡ് ഉണ്ട്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ കാണുന്ന ഭയങ്കര ഭംഗിയുള്ള ഒരു ഓർക്കിഡാണ് ഇപ്സിയ മലബാറിക്ക എന്ന് പറയുന്നത്. ഇപ്സിയ മലബാറിക്ക. ഈ ഇപ്സിയ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം കാണുന്ന ഒരു എൻഡമിക് സ്പീഷീസ് ആണ്. അതിന്റെ ട്രേഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഡാഫോഡിൽ ഓർക്കിഡിനെയും ഷെഡ്യൂൾ 3 പെടുത്തിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ബ്ലൂ വാൻഡ. വാൻഡ എന്ന് പറയുന്നത് നമ്മുടെ മരവാഴയില്ലേ, മരവാഴയുടെ ഒരു സ്പീഷീസ് ആണ്. മരവാഴ കുറെ സ്പീഷീസ് ഉണ്ട്, കാണുമ്പോൾ നമുക്ക് ഒരുപാട് തോന്നുമെങ്കിലും കുറച്ചധികം സ്പീഷീസ് ഉണ്ട്. അതിൽ ഈ പറയുന്ന വാൻഡ, ബ്ലൂ വാൻഡ എന്ന് പറയുന്ന സ്പീഷീസിന് നമ്മൾ ഷെഡ്യൂൾ 3 പെടുത്തിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് മരമഞ്ഞൾ. നമുക്കറിയാം, ഈ ടർമറിക് എന്ന് പറയുന്നത് കുർക്കുമ ലോങ്ങ എന്ന് പറയും. ടർമറിക് അതുമായിട്ട് സാമ്യമുള്ള ഒരു വള്ളി ചെടിയുണ്ട്, മരവള്ളിയുണ്ട്. അതിനെയാണ് മരമഞ്ഞൾ എന്ന് പറയുന്നത്. ഇത് ഈ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട്, കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരമഞ്ഞളിനെ ഷെഡ്യൂൾ 3 പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്ലാന്റ്സുകൾ. ഇത് കൂടാതെ കുറച്ച് പ്ലാന്റ്സുകൾ ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ കാര്യം ഓർത്തിരിക്കുക. ആൻഡ് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ പെർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ് പ്ലേസ്ഡ് അണ്ടർ ഷെഡ്യൂൾ 6 ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വാട്ട് ഈസ് എ ഇംപ്ലിക്കേഷൻ? നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ 6 ആയിരുന്നു നേരത്തെ പ്ലാന്റ്സിന്റെ പ്രൊട്ടക്ഷന് എംഫസിസ് കൊടുത്തുകൊണ്ടിരുന്ന പട്ടിക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് ഷെഡ്യൂൾ 3 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കേസിൽ ഷെഡ്യൂൾ 6 ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ആസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താണ് ഷെഡ്യൂൾ 6ന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. എ ലൈസൻസ് ഈസ് റിക്വയർഡ് ടു കൾട്ടിവേറ്റ് ദാറ്റ് പ്ലാന്റ്. അല്ല, കൾട്ടിവേറ്റ് ചെയ്യാനുള്ള യാതൊരു വകുപ്പും നമ്മുടെ പ്ലാന്റ്സിന് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അനുവദിക്കുന്നില്ല. സച്ച് എ പ്ലാന്റ് കനോട്ട് ബി കൾട്ടിവേറ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. അത് കറക്റ്റ് ആണ്. ഈ പ്ലാന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കൾട്ടിവേറ്റ് ചെയ്യാനോ കളക്ട് ചെയ്യാനോ പാടില്ല. ഇറ്റ് ഈസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് പ്ലാന്റ്. അതുമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് യാതൊരു ബന്ധവുമില്ല. സച്ച് എ പ്ലാന്റ് ഈസ് ഇൻവേസീവ് ആൻഡ് ഹാർംഫുൾ ടു ദ എക്കോസിസ്റ്റം. അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 6 വരുന്ന പ്ലാന്റുമായിട്ട് റിലേറ്റഡ് അല്ല. സോ ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറ്റുവാണെങ്കിൽ അതിന്റെ PDF നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ. പറ്റുകയാണെങ്കിൽ ഒരു ക്വിക്ക് റീഡ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ഷെഡ്യൂൾസിലുള്ള മെയിൻ ആയിട്ടുള്ള ആനിമൽസിനെ കണ്ടുപിടിച്ച് വെക്കുക. ന്യൂസസിൽ നിരന്തരമായിട്ട് പറയുന്ന ഈ ഓരോ സ്പീഷീസിനെ കുറിച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഏത് ഷെഡ്യൂളാണ് വരുന്നതെന്നോ, അത് ഏതെങ്കിലും നാഷണൽ പാർക്കിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആ നാഷണൽ പാർക്ക് എവിടെയാണ് കാണുന്നത്, ഏത് സ്റ്റേറ്റിലേക്ക് കാണുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.